ബെൻസൺ സൗണ്ട് അക്കാഡമിയുടെ മറ്റൊരു കൂൾ ടിപ്പിലേക്ക് സ്വാഗതം. റിവേർബ് പ്ലഗിൻ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു റിവേർബ് പ്ലഗിനകത്തുള്ള എല്ലാ കൺട്രോൾസും എന്താണ് എന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. റിവേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റൂമിന്റെ ശബ്ദം നമ്മൾ ഒരു ഓഡിയോയിലേക്ക് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവേർബ് എന്ന് ഉദ്ദേശിക്കുന്നത്. റിവേർബിനകത്ത് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഏർലി റിഫ്ലക്ഷൻ, മറ്റൊന്ന് ലേറ്റ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ റിവേർബ് എന്ന് പറയുന്നത്. ഏർലി റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂമിന്റെ വലിപ്പം അല്ലെങ്കിൽ സൈസ് എത്രയാണ് എന്നുള്ളതാണ് കൂടുതലായിട്ടും അതിനകത്ത് ബാധിക്കുന്നത്. അതായത് ഇമീഡിയറ്റ് ആയിട്ട് തൊട്ടടുത്തുള്ള ചുമരുകളിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷനെയാണ് നമ്മൾ ഏർലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആ റൂമിന്റെ സൈസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് യൂഷ്വലി നമ്മുടെ ചെവിയിലൂടി ഏർലി റിഫ്ലക്ഷന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ബൈനോറൽ ഹിയറിംഗ് ഏർലി റിഫ്ലക്ഷന്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ടാണ് ആ റൂമിന്റെ വലിപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ റൂം എത്രത്തോളം റിഫ്ലക്റ്റീവ് ആണ്, ഉദാഹരണത്തിന് നിങ്ങൾ ബാത്റൂമിൽ നിന്ന് പാടുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്ലേസ് ടൈൽസ് എങ്ങനെയാണോ അതിനെ റിഫ്ലക്ട് ചെയ്ത് കൂടുതൽ നേരം മുഴക്കമുള്ളതായി നിർത്തുന്നത്, അതിനെയാണ് നമ്മൾ റിവേർബ് അല്ലെങ്കിൽ ലേറ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾസ് എല്ലാ റിവേർബ് പ്ലഗിനകത്ത് കാണും. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലഗിനകത്ത് ഏർലി റിഫ്ലക്ഷൻ, റീവേർബ് എന്ന് രണ്ടായിട്ട് കാണുകയാണെങ്കിൽ, ഏർലി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചുമരുകളിൽ നിന്നുള്ള റിഫ്ലക്ഷൻ. അതിനകത്ത് റിഫ്ലക്റ്റീവ് ആവണം എന്ന് തന്നെയില്ല, വലിയ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് റിഫ്ലക്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നിങ്ങളുടെ ചെവിയുടെ അടുത്ത് നിൽക്കില്ല, ചുറ്റിനും ബൗൺസ് ചെയ്ത് നടക്കും. അതിനെയാണ് നമ്മൾ റിവേർബ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് മിക്ക പ്ലഗിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൺട്രോൾസ് കാണും. ഒന്ന് ടൈമും മറ്റൊന്ന് സൈസും ആയിരിക്കും. അപ്പൊ അതിപ്പോ ഞാൻ ഉപയോഗിക്കുന്നത് വേവ്സിന്റെ ഒരു പ്ലഗിനാണ്. നിങ്ങൾ ഏത് പ്ലഗിൻ എടുത്താലും ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ ആക്ച്വലി ആ റിഫ്ലക്ഷൻസിന്റെ ടൈമിങ്ങിനെ വ്യത്യാസം വരുത്തുന്നു എന്നുള്ളതാണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിഫ്ലക്ഷന്റെ. എന്നാൽ ടൈം കൂട്ടുന്നത് വഴി ആ റൂമിന്റെ റിഫ്ലക്റ്റീവ്നെസ് അല്ലെങ്കിൽ എത്രമാത്രം സൗണ്ടിനെ അത് റിഫ്ലക്ട് ചെയ്യാൻ കഴിവുണ്ട് എന്നുള്ളതാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിവേർബ് നമുക്ക്, അല്ലെങ്കിൽ ലേറ്റ് റിഫ്ലക്ഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പാട്ടിനനുസരിച്ചിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഏർലി റിഫ്ലക്ഷൻ ഒരു കളറേഷൻ ആണ് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം ഏർലി റിഫ്ലക്ഷൻ ഇട്ടാൽ മതി. നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ചെറിയൊരു ഏർലി റിഫ്ലക്ഷൻ കൊടുത്താൽ മതിയോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ കൂൾ ടിപ്പ്. നിങ്ങൾ ഏർലി റിഫ്ലക്ഷൻ ലേറ്റ് റിഫ്ലക്ഷൻ തമ്മിലുള്ള ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും.